ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മാമൂസ് മീഡിയ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി ചാള അച്ചാറിടണം കേട്ടോ. മത്തി, ചാള മത്തി എന്നൊക്കെ പറയുന്ന ഈ സംഭവം അപ്പോൾ നമ്മളിന്ന് നല്ല വില കുറവായപ്പോൾ 10 കിലോ ചാള അങ്ങോട്ട് വാങ്ങി. ഒട്ടും കുറക്കാൻ പോയില്ല. നല്ല വലിയതിൽ നമുക്ക് കുറേ ചാള അച്ചാറിട്ട് വെച്ചാലുണ്ടല്ലോ. ഇവിടെ മാമൂസും പാപ്പൂസും ഭയങ്കര കൊതിയന്മാർ കുറേ ദിവസമായി പറയണം ചാള അച്ചാറിടണം. ചെറിയ ചാളയാണ് അച്ചാറിടാൻ ഏറ്റവും ബെറ്റർ. അപ്പോൾ നമ്മൾ കുറച്ചെടുത്ത് വൃത്തിയാക്കി വെച്ച്, കുറച്ചല്ല വൃത്തിയാക്കിയത് ഇനിയുണ്ട്. അപ്പോൾ അതിൻ്റെ ഓരോ ഭാഗങ്ങളായിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതുപോലെ വൃത്തിയാക്കി വരഞ്ഞ് മസാല ഇട്ടൊക്കെ വെക്കണം. എന്നിട്ട് നമ്മൾ സാധാ വറുത്തെടുക്കും പോലെ വറുത്തെടുക്കണം കേട്ടോ. ഓരോ ഭാഗം പൊരിച്ച് വറുത്ത് കോരിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വറുത്തിട്ട് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് വെക്കുക. ഒരു 3 പീസൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കുക. വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല, എന്നാലും കുഴപ്പമില്ല. അച്ചാർ കൂടി യോജിപ്പിച്ച് വരുമ്പോൾ വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല കാണാൻ. ടേസ്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ഇങ്ങനെ വറുത്ത് ഉപ്പ്, മഞ്ഞൾ, മുളക് അങ്ങനെയൊക്കെ ഒരിത്തിരി എണ്ണ ഒക്കെ ഒഴിച്ച് മസാല ഉണ്ടാക്കിയിട്ട്, നോർമൽ മസാല അതുണ്ടാക്കിയിട്ട് നമ്മളിതുപോലെ വറുത്ത് കോരിയെടുക്കാം. പിന്നെ നമുക്ക് അച്ചാറിൻ്റെ അപ്പോൾ ഇതുപോലെ ഉരുളിയിൽ നമ്മൾ ആദ്യം മുളക് പൊടി, ഒരു ലേശം മല്ലിപ്പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി എല്ലാം കൂടി. അച്ചാർ പൊടി യൂസ് ചെയ്യണില്ല കേട്ടോ. ഞാനിവിടെ എപ്പോൾ അച്ചാറിട്ടാലും കടയിൽ നിന്ന് വാങ്ങുന്ന അച്ചാർ പൊടി യൂസ് ചെയ്യാറില്ല. പകരം നോർമലി നമ്മളുടെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി അങ്ങനെയുള്ള സംഭവങ്ങൾ ഇത്. മെയിനായിട്ട് ഇതിലേ കടുക് അരച്ച് ചേർക്കും. കടുക്, ഉലുവ, അതേപോലെ തന്നെ കായം. നല്ല സ്മെല്ല് ആയിവാ. അപ്പോൾ അതിങ്ങനെ ചേർത്തിട്ട് ഉപ്പും ചേർത്ത് ഇത് നന്നായി ഒഴിച്ചിട്ടുണ്ട്. അതാണ് ഈ വെള്ളം പോലെ ഇരിക്കുന്നത്. ഉപ്പും ചേർത്ത് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. അതിങ്ങനെ റെഡിയാക്കി എടുക്കണം. അപ്പോൾ അത് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കാണുമ്പോൾ തന്നെ കൊതിയാവുന്നുണ്ട് കേട്ടോ. അയ്യോടാ. പിന്നെ അതിലേക്ക് പിന്നെ നമുക്ക് ഇതുപോലെ വറുത്ത് കോരി വെച്ചിരിക്കുന്ന ഒരു 2-3 പച്ചമുളക്, ഒരു തുടം വെള്ളുള്ളി, അത്രയൊക്കെ മതി, ഓവർ വേണ്ട കേട്ടോ. അത്രയും സംഭവങ്ങൾ ഇതുപോലെ വറുത്ത് കോരി മാറ്റി വയ്ക്കാം. ഇതിപ്പോൾ തിളച്ച് വരുന്നുണ്ടെന്ന് നമുക്ക് മീൻ കുറച്ചായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഒറ്റയടിക്ക് ഇട്ടാൽ കുഴപ്പമൊന്നുമില്ല, കാരണം തെറിച്ച് മേലോട്ട് ഇത് വന്നാൽ വലിയ സുഖമൊന്നും ഉണ്ടാവില്ല. കയ്യുമ്മലോ മുഖത്തൊക്കെ തട്ടിക്കഴിഞ്ഞാൽ വലിയ കാണാനും ഭംഗി ഉണ്ടാവില്ല, അനുഭവിക്കാൻ സുഖവും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് കുറച്ചായിട്ട് ഇടാൻ പറഞ്ഞത്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഈ ഉരുളിയിലേ ഇത്രയും നമുക്ക് ഇളക്കാനുള്ള സൗകര്യത്തിന് പാകത്തിന് ഇത്രയും നടക്കുകയുള്ളൂ. ബാക്കി ഉള്ളവർ നന്നാക്കിയത് ഇതോ ഒരേ ഭാഗത്ത് ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് ഇട്ട് വയ്ക്കാം. അപ്പോൾ ഇതുപോലെ വില കുറഞ്ഞ് കിട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ മത്തിക്കൊക്കെ ഇവിടെ ഒരു മാസം മുമ്പൊക്കെ 240 രൂപ, 260 രൂപയായിരുന്നു. വാങ്ങാറില്ല, കാരണം ഈ നെയ്മീൻ്റെ സ്റ്റാറ്റസ് ഇവൻ കാണിക്കാൻ പാടില്ലല്ലോ. മത്തിയെ നിനക്കൊരു പരിധിയില്ലേ ഈ വില കാണിക്കണേ എന്നൊക്കെ ഉള്ള അവസ്ഥയിലേക്ക് മത്തി എത്തിയിരുന്നു. ഇപ്പോൾ ചെറിയ മത്തി, നമ്മൾ പണ്ടൊക്കെ പറയുമായിരുന്നു ഞങ്ങളുടെ നാട്ടിൽ വനമാല എന്ന്. അതായത് ഒരു വിരലിൻ്റെ നീളേ ഉണ്ടാവുള്ളൂ, അത്രയും ചെറുത്. പക്ഷെ അച്ചാറിടാനും അച്ചാറിന് ടേസ്റ്റ് കൂട്ടാനും ഇവനാണ് മിടുക്കൻ. അല്ലാതെ വലിയ ഇത് അച്ചാറിട്ടാലേ മുള്ള് കുത്തണൊരു സംഭവമുണ്ട്. നമുക്ക് തലഭാഗം ഇടാനും പറ്റില്ല, ഇട്ടാൽ തന്നെ മുള്ള് കുത്തണമെന്ന് തോന്നും. ഇതങ്ങനെയല്ല, നന്നായിട്ട് ഇതുപോലെ മൊരിഞ്ഞ് കഴിഞ്ഞാൽ അച്ചാറിൽ ഇടുന്നത് അങ്ങനെ കടിച്ച് തരുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ പാകമാണ് നമുക്ക് എപ്പോഴും അച്ചാറിടാൻ നല്ലത്. വറുത്ത് കോരി വെച്ചത് ഇതിൻ്റെ മുകളിൽ നമുക്ക് ഇട്ട് കൊടുത്താൽ ഇതിൻ്റെ ഒരു ഫ്ലേവറും കൂടിയും അതിലിങ്ങനെ കിട്ടും. ശരിക്കും അത് പിടിക്കും. നാളെ നേരം വെളുത്ത മറ്റച്ചാറുകളെ പോലെ കുറേ ദിവസമൊന്നും ഇരിക്കണ്ട. നാളെ രാവിലെ തന്നെ നമുക്കിത് കറക്റ്റ് രാവിലെ തന്നെ നമുക്ക് ഉപയോഗിക്കാം. ഇതേപോലെ വെള്ളുള്ളിയൊക്കെ ഇങ്ങനെ ഉള്ളിൽ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റിൽ കണ്ട. ഇനി ഇവന്മാരിവിടെ തിളച്ച് വരുമ്പോഴേക്കും നമ്മൾക്ക് ഇപ്പുറത്തുള്ള ഇവന്മാരെ ആദ്യം ഇവരെ നമുക്ക് റെഡിയാക്കാം.
ഇവരെ റെഡിയാക്കാം. വരഞ്ഞ് മസാല വരട്ടി വീണ്ടും റെഡിയാക്കാം. അത് കഴിഞ്ഞിട്ട് ഇവരെ ക്ലീൻ ചെയ്യൽ വീണ്ടും തുടങ്ങാം. അപ്പോഴത്തേനും അത് ചൂടാറി കിട്ടും നമുക്ക്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇവിടുന്ന് തുടങ്ങാറിയാല ക്ലീൻ ചെയ്യൽ. അത് കഴിഞ്ഞ് നമുക്ക് ഇതേ രൂപത്തിൽ എടുക്കുക. ഇതുപോലെ കണ്ടാ ഒരു 3 വര ഇട്ടിട്ട് ഇത് കാണിക്കുന്നുണ്ട്. അതേപോലെ നമ്മൾ വര ഇട്ട് വെച്ചാൽ പൊരിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കട്ട് ചെയ്യാൻ നമുക്ക് പറ്റും. പിന്നത്തെ സംഭവമാണ് നേരത്തെ ഞാൻ പൊരിച്ച് വറുത്ത് വെച്ചത് കാണിച്ചത്. ഇപ്പം അത് കഴിഞ്ഞിട്ട് ആ വറുത്ത് വെച്ചത് ഈ മിക്സിലേക്ക് അങ്ങോട്ട് ഇട്ടു. ഓ അടിപൊളി. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. നമുക്ക് ഇത്രയേ ഉള്ളൂ. ഇത് നമുക്ക് നല്ല ചൂടാറി കഴിയുമ്പോൾ എടുത്ത് ഭരണിയിലോ കുപ്പിയിലോ ഉടയുന്ന കുപ്പി പോലത്തെ ഇട്ട് വയ്ക്കണം. അതിൽ നമുക്ക് ഇങ്ങനെ ഇട്ട് വെച്ചാൽ കുറേ നാൾക്കുണ്ടാവും. ഇവിടെ മാമൂസും പാപ്പൂസിൻ്റെ അടുത്ത് വേറെ രക്ഷമൊന്നുമില്ല. കൂടി വന്നാൽ ഇപ്പോൾ ഈ 2 ഉരുളിയിൽ ഇത്രയും ഉണ്ടാക്കിയിട്ടാലും കൂടി വന്നാൽ 1 മാസം. അതിൽ കൂടുതൽ ഇരിക്കുമെന്ന് എനിക്ക് യാതൊരു ഉറപ്പില്ല. പിന്നെ അച്ചാർ ഇഷ്ടമുള്ള കുറച്ച് ആൾക്കാരുണ്ട്, നമ്മളെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സൊക്കെ. അവരൊക്കെ വരുമ്പോൾ നമ്മളിത് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കും ഭയങ്കര ഇഷ്ടമാവും. അപ്പോൾ അവർ ചിലപ്പോൾ കുപ്പികളിലാക്കി കൊണ്ടുപോകും, ചിലപ്പോൾ ഇവിടെ ഇരുന്ന് നന്നായിട്ട് കഴിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കിത് വേഗം തീരും കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ തന്നെ നമുക്ക് കഴിക്കണമെങ്കിൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ തന്നെ ചൂട്ടോടെ കഴിക്കാം, ചൂടാറിയിട്ടും കഴിക്കാം. ശരിക്കും ഉപ്പൊക്കെ പിടിച്ച് പൊരിച്ച മീനാണല്ലോ, ഉപ്പൊക്കെ പിടിച്ച് ചൂട്. പാപ്പൂസേ ഒരു കഷ്ണം കഴിച്ചേക്കാം. ചൂടുണ്ട് ചൂടുണ്ട് ചൂടുണ്ട്. കൊതിയാവുണ്ട് അല്ലേ? അടിപൊളിയല്ലേ മാമൂസേ? നിനക്ക് വേണം ഇനി? മാമൂസിന് ഇഷ്ടമല്ല കേട്ടാ, മത്തി അച്ചാറിട്ട് ഇഷ്ടമല്ല. കുഞ്ഞിക്കൈ പൊള്ളരുത് കേട്ടാ, മുത്തതിൻ്റെ കുഞ്ഞിക്കൈ. ചൊറ്റൊരാ കുഞ്ഞുവാവ കുണുവാവ അങ്ങനെ നീക്കി പിടിക്കും. എന്നാ പിന്നെ അമ്മ ചൂടില്ല പൊന്നെ. പൊളിക്ക് പൊളിക്ക്. അടിപൊളിയാ സുർക്കട കുത്തൊക്കെ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. മെയിനായിട്ട് ഇതുണ്ടാക്കി നോക്കുക. പിന്നെ ഈ അച്ചാർ കണ്ടിട്ട് ആരും ഇങ്ങോട്ട് കുറ്റിയും പറിച്ച് വരണ്ട, അതും കൂടി ആദ്യം പറഞ്ഞേക്കാം കേട്ടോ. തരത്തില്ല, ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല. പിന്നെ ചാളന് നിങ്ങളുടെ നാട്ടിൽ വിളിക്കുന്ന പേരും കൂടെ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. ഈ ചാള മാത്രം ഞങ്ങൾക്ക് അറിയുന്നു. നിങ്ങളുടെ നാട്ടിൽ വേറെ വല്ല പേരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പേരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അതുമല്ല ഈ അച്ചാർ ഇഷ്ടപ്പെട്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിൻ്റെ ഇത് നോക്കിയിട്ട് റെസിപ്പിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ടേസ്റ്റ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. അതുവരെ എല്ലാവർക്കും ബൈ.